ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൃതി സനൻ ഭയങ്കര അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഫേമസ് ആക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൈഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൽ നിന്നും ഈ ഒരു സൺസ്ക്രീൻ ആണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗോൾഡൻ അവർ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ ആണ്. എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാം ഫീഡിലൊക്കെ ഇതിന്റെ ആഡ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. സോ ഞാൻ ആ ആഡ് കണ്ടിട്ട് തന്നെയാണ് ഞാനും വാങ്ങിച്ചത്. കുറെ ഈ ഒരു ട്യൂബ് ഏകദേശം ഒരു ഒരു 3/4 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ അപ്പോഴാണ് ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയത്. കാരണം ഞാൻ കുറച്ച് വേറെ കാര്യങ്ങളിലൊക്കെ ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഫുൾ കാണാൻ ഇപ്പൊ എല്ലാവരും ഷോർട്ടിന്റെ പിറകെയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ കാണണം എന്നുണ്ട്, പക്ഷെ ടൈമും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ നിങ്ങൾ ഈ വീഡിയോയുടെ സ്പീഡ് വന്നിട്ട് 1.5x മാറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം ലാഭിക്കാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിന് കുറച്ച് സ്പീഡാണ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ശരിക്കും ഒരു സൺസ്ക്രീൻ തന്നെയാണ്. 40 ഗ്രാം ആണ് ഇതുള്ളത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 549 രൂപയാണ്. ഇതിനകത്ത് കക്കാഡു പ്ലം എക്സ്ട്രാക്ട് 10% ഉണ്ട്. പെപ്റ്റൈൻ എക്ടോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. മാൻഡറിൻ എക്സ്ട്രാക്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ഇതെല്ലാമാണ് ഇതിനകത്ത് ഉള്ളത്. സോ അത് എന്തിനൊക്കെയാണെന്നുള്ളതും ഇവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ഈ കക്കാഡു പ്ലം എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. സോ നമ്മുടെ സ്കിൻ ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടും സൺ ഡാമേജ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനും കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. അതുപോലെ പേളി മൈക്രോ മിനറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് നമ്മുടെ ഈ ഒരു ഗ്ലോ. ഇതിനകത്ത് ലൈറ്റ് റിഫ്ലക്റ്റിംഗ് മിനറൽ ഇമ്പാക്ട് പേൾ ലൈക്ക് ഇലുമിനേറ്റിംഗ് ഗ്ലോ എന്ന് പറയും. നമ്മുടെ ആ ഒരു ഹൈലൈറ്റ് തരുന്ന ഒരു ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് തരുന്നത് അതാണെന്നാണ് പറയുന്നത്. അതുപോലെ പെപ്റ്റൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റ് സ്കിൻ ആൻഡ് ഇംപ്രൂവിങ് മോയ്സ്ചർ, നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ഇംപ്രൂവ് ചെയ്ത് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. മാൻഡറിൻ എക്സ്ട്രാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ പവർഫുൾ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽത്തി ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കാണുന്ന സമയത്ത് കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ അഗെയിൻസ്റ്റ് ഓഫ് കോഴ്സ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ സൺ ഡാമേജിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഓഫ് കോഴ്സ് നമുക്കറിയാം അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ വ്രിങ്കിൾസിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രൈറ്റൻ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ സൺ ഡാമേജ്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ കൊണ്ട് നമ്മുടെ സ്കിൻ ഭയങ്കര അലമ്പായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ അതിനെയൊക്കെ മാറ്റുന്നതാണ് ഇവർ പറയുന്നതായിരുന്നു. ഓക്കെ, നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് മൊത്തത്തിൽ നമ്മുടെ സ്കിൻ ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്ലോ എന്നുള്ള സാധനം കണ്ടിട്ടാണ് ഞാൻ മെയിൻലി ഈ സാധനം വാങ്ങിച്ചത്. കാരണം ഇവരുടെ തന്നെ നോർമൽ സൺസ്ക്രീനും ഉണ്ട്, ഈ ഒരു ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞോളൂ തന്നെ ഇത് നോർമൽ സൺസ്ക്രീനിന്റെ ഒരു ട്യൂബ്. പൊതുവെ ഇങ്ങനത്തെ ട്യൂബുകൾ കുറവല്ലേ. ഇതാണ് ഇതിന്റെ ഒരു ട്യൂബ്. ഇതിങ്ങനെ ഉണ്ടോ, ഇച്ചിരി എടുത്ത് ഞാൻ കാണിക്കാം. ഈ ഒരു ഇതിന്റെ കളർ കണ്ടല്ലോ, നമ്മുടെ ഒരു ഹൈലൈറ്ററിന്റെ നിങ്ങൾക്ക് അറിയായിരിക്കും ഹൈലൈറ്റർ എന്ന് പറയുന്ന പല കളർ ഓഫ് ഹൈലൈറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഈ ഒരു ഷെയ്ഡാണ് കണ്ടോ ഇതിന് വരുന്നത്. അപ്പോ എനിക്ക് ഈ ഷെയ്ഡ് ഇപ്പൊ ഞാൻ ഈ കൈന്റെ ഉള്ളിൽ ഞാനിത് അപ്ലൈ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനം ഇത് കണ്ടോ, രണ്ടു കൈയും കൂടെ നോക്കിയാൽ മനസ്സിലാവും ഒരു ഗ്ലോ ഉണ്ട്. ശരിയാണ്, ഇതിനകത്തുനിന്നൊരു ഗ്ലോ വരുന്നുണ്ട്. പക്ഷെ ഇതേ സാധനം ഈ കളർ നമ്മുടെ ഫേസിൽ ഉണ്ടോ? അതായത് കൈയുടെ ഉള്ളിൽ ഈ കളർ ആയിരിക്കില്ലല്ലോ. ഓരോരുത്തരുടെയും കൈയിന്റെ അല്ലെങ്കിൽ ഫേസിന്റെ കളർ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഈ സാധനത്തിന്റെ ഈ ഒരു കളർ ഇതായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ഡള്ളായി പോവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഗ്ലോ, ഇപ്പൊ നമ്മൾ ഹൈലൈറ്റിംഗ് ഗ്ലോ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈലൈറ്റർ ഒന്നും ഫേസ് ഫുൾ എടുത്ത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യത്തില്ലല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം തേച്ച് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് ശരിക്കും തോന്നി. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ സാധനം ഞാൻ ഇത് മാത്രമായിട്ട് ഇട്ടിട്ട്, പൊതുവേ ഞാനിപ്പോൾ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സെറം യൂസ് ചെയ്ത് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഒരു പൗഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നോർമൽ കോമ്പാക്ട് പൗഡർ ഇട്ട് വെളിയിൽ പോകാൻ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതിട്ടിട്ട് അങ്ങനെ പോകാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് എനിക്കിത് എന്തോ ഒരു സാധനം അധികപ്പറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ആ ഒരു ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വേണ്ടായിരുന്നു. ആക്ച്വലി ഇവർ ഇതിനകത്ത്
4 കാര്യങ്ങളാണ് ക്ലെയിം ചെയ്യുന്നത്. ഈ ഒരു സൺ കിസ്ഡ് ഗ്ലോ കിട്ടും എന്ന് പറയുന്നത് ശരിയാണ്, ഗ്ലോ കിട്ടും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ ഗ്ലോ ഇഷ്ടപ്പെടുവോ എന്നുള്ള സാധനമാണ് ഡൗട്ടായിട്ട് വരുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റ് സൺ പ്രൊട്ടക്ഷൻ കറക്റ്റ് ആണ്, അത് വളരെ ശരിയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ അത്രയ്ക്കും നമ്മളൊരു മോസസ് ഫൗണ്ടേഷനൊക്കെ ഇട്ട ഒരു എഫക്ട് കിട്ടും കേട്ടോ. ശരിക്കും ആ ഒരു ഫീൽ നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് കിട്ടും. ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ സ്കിന്നിനെ, പ്രൊട്ടക്റ്റീവ് സ്കിൻ, അത് വളരെ ശരിയാണ്. നല്ല രീതിക്ക് നമ്മുടെ സൺ പ്രൊട്ടക്റ്റ് ശരിക്കും ഇത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ വെളിയിലൊക്കെ ഇതിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും അത്രയ്ക്കൊന്നും ഭയങ്കര ഡാമേജ് ഒന്നും ആവത്തില്ല നമ്മുടെ സ്കിന്ന്. അത് 100% ഷുവർ ആണ് കേട്ടോ. ഞാൻ അത് യൂസ് ചെയ്ത് ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ബ്ലൂ ലൈറ്റ്, UV ഡാമേജിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യും, എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊക്കെ വളരെ ശരിയാണ്. അതൊരു നോർമൽ സ്കിൻ എന്താ പറയുക, നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത് പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ആ ഒരു ടാഗ് ലൈൻ ഐറ്റം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. സോ അത് വേണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അതില്ലായിരുന്നെങ്കിൽ എനിക്കിത് ഭയങ്കര സെറ്റായിട്ട് തോന്നില്ല. കാരണം ഇത് നോർമൽ ഒരു സൺസ്ക്രീനും ആണ്. അങ്ങനെയാണ് ആ ഒരു മോസസ് അത്രയ്ക്കും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. പക്ഷെ നമ്മുടെ ഫേസിൽ എനിക്ക് തോന്നുന്നു എന്റെ സ്കിൻ ടോണിന്റെ കുഴപ്പമായിരിക്കും. ചിലപ്പോൾ കുറച്ചൊരു നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ആ സമയത്ത് കുറച്ച് ഡീപ്പ് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഡസ്കി സ്കിൻ ടോൺ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇതിട്ട് കഴിയുമ്പോൾ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അധികപ്പറ്റി ആവാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് ഇത് അടിപൊളി ഒരു സൺസ്ക്രീൻ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ലൊരു ഫീലാണ്. കാരണം നമ്മുടെ സ്കിന്നിനെ ഒരു സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിലും ആ ഒരു ഗ്ലോ നമ്മുടെ ഫേസിലുണ്ടാവും. അത് ഗ്ലോ മീൻസ് ആ ഒരു സ്കിൻ ബ്രൈറ്റ് ആയി നമ്മൾ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഇട്ട പോലത്തെ ഒരു എഫക്റ്റ് ഈ സാധനം തരുന്നുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പ്രൈസ് വരുന്നത് 549 രൂപയാണ്. അതൊക്കെ നോർമൽ ഒരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു സൺസ്ക്രീന് അത്രയും ഒക്കെ ഒരു പ്രൈസ് ആകും. പക്ഷെ ഇത് 40 ഗ്രാമേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. ആ ഒരു ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനാണ് ഇവർ ആ ഒരു ഓഫ് കോഴ്സ് അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് രീതിയാണല്ലോ. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് 2 ഫിംഗർ റൂൾ വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. 2 ഫിംഗർ റൂൾ അറിയില്ലാത്തവർക്ക് നമ്മുടെ 2 വിരലെടുക്കുക, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ സൺസ്ക്രീൻ ഇടുക, എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് നമ്മുടെ സണ്ണിൽ പോകുന്നതിന് അല്ലെങ്കിൽ വെളിയിൽ പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുൻപ് നമ്മൾ അപ്ലൈ ചെയ്യുക. നോർമൽ സൺസ്ക്രീനിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ തന്നെ ചെയ്യുക. റീഅപ്ലൈ ചെയ്യേണ്ട പലരും നമ്മുടെ സൺസ്ക്രീൻ്റെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് റിവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് താഴെ വരുന്ന കമന്റിൽ അവർ ചോദിക്കുന്നതാണ് റീഅപ്ലൈ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു സൺസ്ക്രീൻ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു എന്താ പറയുന്നത്, ഇതുപോലത്തെ ട്യൂബിൽ ഉണ്ടാവില്ല. പക്ഷെ ഇതുപോലത്തെ ബോക്സിൽ എന്താണെങ്കിലും ഈ ഒരു ഇതിൽ എന്തായാലും ഉണ്ടാവും, ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത് എപ്പോഴാണ് റീഅപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഇവർ പറയുന്നത് 2 to 3 hours കഴിയുന്ന സമയത്താണ് ഇത് റീഅപ്ലൈ ചെയ്യേണ്ടത്. ഭയങ്കര സൺ എക്സ്പ്ലോഷർ ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ചെയ്താൽ മതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ്. ഞാനിത് ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ഒക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നുണ്ട്, എന്തെങ്കിലും ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു സൺസ്ക്രീൻ ഇല്ല. അല്ലാണ്ട് ഇത് മാത്രമായിട്ട് ഇട്ട് ഒരു പൗഡറും കൂടി ഇട്ട് പോകാനുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാധനമില്ല. കാരണം നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്റെ സ്കിൻ ടോണിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൺസ്ക്രീൻ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഇതിനകത്തുള്ള, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡീമെറിറ്റ്സുകൾ ഉണ്ടല്ലോ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ ഇതുപോലത്തെ റിവ്യൂസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലാതെ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം.